എനിക്ക് എൻ്റെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അറിയില്ല. ഞാൻ ഇമോഷൻസ് ഒന്നുകിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ ഓവർ എക്സ്പ്രസ് ചെയ്യുന്ന ആളായിരിക്കും. എൻ്റെ ഇടയിൽ ഒരു സട്ടിലായിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ കുറവാണ്. ഒന്നുകിൽ ഭയങ്കര ആഗ്രസീവായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എടുത്തുടുക്കുന്ന സ്വഭാവം, ഇല്ലെങ്കിൽ ഒന്നും കാണിക്കാത്തൊരു സ്വഭാവമുണ്ട്. ഇത് രണ്ടും പ്രശ്നമാണ്. എക്സ്പ്രസ് ചെയ്യാത്തതും കൺട്രോൾ ചെയ്യുന്നതും പ്രശ്നമാണ്. മാനേജ് ചെയ്യാൻ പറ്റണം. അത് ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് നോട്ട് കൺട്രോൾ യുവർ ഇമോഷൻ, യു ഷുഡ് മാനേജ് യുവർ ഇമോഷൻസ്. പലപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് പഠിപ്പിക്കാറുള്ളത്. നിങ്ങൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാൻ പാടില്ല. കരയേണ്ട സമയത്ത് കരയണം. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഒരു ജെൻഡർ ബേസിസിൽ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിനും അല്ലെങ്കിൽ അസുഖങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് വിധേയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കും. നമ്മൾ വെന്റിലേറ്റ് ചെയ്യില്ല. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ റൈറ്റ് ഇല്ലല്ലോ. നമുക്ക് കരയാൻ പറ്റില്ലല്ലോ. നമ്മൾ കരഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാണക്കേടായി, സ്റ്റാറ്റസിനെ എഫക്ട് ചെയ്യും. പുള്ളിക്ക് എന്താ ഒരു ഇങ്ങനെ തന്നെ പറയും, പെണ്ണാണെന്നൊക്കെ പറയും. ഇന്നിപ്പോ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടൊവിനോ തോമസ് ഒക്കെ ഒരു ഇന്റർവ്യൂല് പുള്ളി കരഞ്ഞപ്പോ പുള്ളിയെ കുറിച്ചിട്ട് ഒരുപാട് പോസിറ്റീവ് കോമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് അയാളുടെ സ്ട്രെങ്ത് ആണെന്ന്. കരയാൻ സാധിക്കുന്ന ഒരു സ്ട്രെങ്ത് ആണ്. നമ്മുടെ എക്സ്പ്രഷൻ ഇമോഷൻസ് നമുക്ക് വേണ്ടടുത്ത് വേണ്ട പോലെ വേണ്ട രീതിയിൽ വേണ്ട അളവിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രെങ്ത് ആണ്. പക്ഷെ അതും നമ്മൾ ട്രെയിൻഡ് അല്ല. നമ്മളെ സ്കൂളിലോ നമ്മളുടെ സിസ്റ്റത്തിലോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇമോഷണൽ മാനേജ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും. നമ്മളെല്ലാവരും IQന്റെ പുറകെയാണ്. നല്ല മാർക്ക് മേടിക്കണം, നല്ല സ്കോർ വേണം, A ഗ്രേഡ് വേണം, A+ വേണം എന്നുള്ള ഒരു ലൈനിലാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ EQന് പ്രാധാന്യം കൊടുക്കുന്ന സിസ്റ്റംസ് വളരെ കുറവാണ് ഇന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹാബിറ്റാറ്റ് പോലുള്ള സ്കൂളുകളിലൊക്കെ ഒരുപാട് ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ കോഷ്യന്റ് എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഞാൻ എൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫാമിങ്ങും കുട്ടികൾക്ക് മണ്ണിലേക്ക് ചവിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടുക? മണ്ണി ചവിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മളെ ട്രെയിൻഡ് അല്ല ഒന്ന് സയന്റിഫിക്കലി പാരന്റിങ്ങിൽ. നമ്പർ 2, നമുക്ക് നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ പോവാ? കാര്യം എൻ്റെ കുട്ടിയുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ബിഹേവിയറിനെ, എൻ്റെ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ നല്ല ഡിസിഷൻസ് എടുത്ത് നല്ല റിസൾട്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊസിഷനിലായിരിക്കണം. ഞാൻ ഈ റിസൾട്ട്സ് എന്നൊക്കെ പറയാൻ കാരണം, നമ്മളൊക്കെ കുട്ടികളുടെ റിസൾട്ടിനെയാണല്ലോ നമ്മളെപ്പോഴും ഇങ്ങനെ കീൻലി വറീഡാണ് അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. അപ്പോൾ അവന് നല്ല ഡിസിഷൻസ് എടുക്കാനും അവന് നല്ല ഔട്ട്പുട്ട് ലൈഫിൽ കൊണ്ടുവരാനും അവനെ സാധ്യമാക്കണമെങ്കിൽ അവൻ ക്വാളിറ്റി തോട്ട്സ്, ക്വാളിറ്റി ഇമോഷൻസിലൂടെ അവൻ പോണം. അവൻ എൻ്റെ കുട്ടി ക്വാളിറ്റി ഇമോഷൻസിൽ ക്വാളിറ്റി തോട്ട്സ് ചിന്തിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു സാഹചര്യം ആ വീട്ടിൽ ഉണ്ടാവണം. അതിന് എൻ്റെ മനസ്സിൽ ക്വാളിറ്റി തോട്ട്സും എൻ്റെ ഹൃദയത്തിൽ ക്വാളിറ്റി ഇമോഷൻസും ഉണ്ടാവണം. ഞാനാ മാറേണ്ടത്. ഞാൻ മാറാതെ ഒരു ബാലൻസിങ് നടക്കൂല. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതൊരു മാസ്കിങ് ആയിരിക്കും. അതായത് കൂട്ടിച്ചേർക്കലായിരിക്കും. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയും. നമുക്ക് ശരിക്കും ബാലൻസിങ് അല്ല വേണം. നമുക്കൊരു ഫ്ലോ വേണം. വീട്ടിനകത്തൊരു ഫ്ലോ ഉണ്ടായിരിക്കണം.